ഇങ്ങനെ ഒരു ബാറ്ററി കണ്ടിട്ടുണ്ടോ? ഇത് ലൈഫ് PO4, അതായത് ലിഥിയം PO4 ബാറ്ററിയാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജും ഈ താഴെ കാണുന്നത് ഇതിൻ്റെ ചാർജ് ചെയ്യുന്ന ആംബിയറാണ്. ഞാനിപ്പോൾ ഈ ഒരു ബാറ്ററി ചാർജിങ്ങിൽ ഇട്ടേക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ബാറ്ററി 10 മണിക്കൂർ ചാർജ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്താലാണ് നമുക്കിതിൻ്റെ ആ ഒരു പെർഫോമൻസ് കിട്ടുള്ളൂ. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഓഫ് ആവും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ആക്കിയാൽ മതി. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വാറണ്ടി കാർഡ് കൂടെ കാണാനായിട്ട് 5 വർഷമാണ് നമുക്ക് വാറണ്ടി ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, ബാറ്ററി വോൾട്ടേജ് എത്ര സെല്ലാണ്, അതുപോലെ എത്ര വാട്ട് അവറാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഥിയം ബാറ്ററി വാട്ട് അവറിലാണ് അറിയപ്പെടുന്നത്. 2560 വാട്ട് അവറാണ് വന്നത്. അതിൻ്റെ ഡിസ്ചാർജിങ് ആംബിയർ 100 ആംബിയറാണ്. ചാർജിങ് ആംബിയർ 50 ആംബിയർ കൊടുത്ത് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ വോൾട്ടേജ് റേഞ്ചാണ് 20.8 വോൾട്ട് ടു 28.8 വോൾട്ട്. ഇത്ര സംഭവങ്ങളാണ് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു ചാർജിലിട്ടേക്കുന്നത്. ഇത് അനുയോജ്യമായ ഒരു ഫുൾ കോപ്പർ ഇൻവെർട്ടറാണിത്. ലിഥിയം കോമ്പാക്റ്റുകളായിട്ട്, അതായത് ലിഥിയം സപ്പോർട്ട് ചെയ്യണ ഒരു ഇൻവെർട്ടറാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് നോക്കിയാൽ 3 സ്വിച്ചുകളും അതുപോലെ അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫേസ്, ന്യൂട്രൽ, ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഹെവി കണക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്. പിന്നെ നമുക്ക് ടെക്നീഷ്യന്മാർക്കൊക്കെ സെറ്റിങ്സിൽ കയറാനായിട്ട് ഇവിടെ, അതായത് കവറൊന്നും അഴിക്കാണ്ട് കയറാനായിട്ട് സെറ്റിങ്സിൽ കയറാനായിട്ടുള്ള ഒരു DC സോക്കറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇൻവെർട്ടർ MPPT ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി.